അതായത് ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദത്തിലടക്കമുള്ള പ്രതികരണമാണ് പുറത്തു വന്നിട്ടുള്ളത്. കൃത്യമായി ഇടപെടൽ നടക്കുന്നുവെന്ന ആരോപണം നേരത്തെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും അങ്ങനെ പ്രസാദനം നിർത്തിവെക്കുകയും ചെയ്ത സാഹചര്യം ആണ് ഉള്ളത് എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം നിലനിൽക്കുന്നത്. അതേസമയം അല്പസമയം മുമ്പ് പ്രതികരണം പുറത്തു വരുമ്പോൾ BJP-യുടെ അടക്കമുള്ള ഔദ്യോഗികമായ പ്രതികരണം നേരത്തെ പുറത്തു വന്നതാണ്. അതോടൊപ്പം തന്നെയാണ് ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം. അതായത് ആത്മകഥയിൽ തന്നെക്കുറിച്ചുള്ള പരാമർശങ്ങൾക്ക് ആത്മകഥ പുറത്തു വന്നതിന് ശേഷം കൃത്യമായ മറുപടി നൽകാം. ഇപ്പോഴുണ്ടാകുന്ന സംശയം ഈ ആത്മകഥ എന്തുകൊണ്ട് DC ബുക്സ് പ്രസിദ്ധീകരിക്കുന്നില്ല, എന്തുകൊണ്ടാണ് തടയപ്പെട്ടത് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് ശോഭാ സുരേന്ദ്രൻ ചോദിക്കുന്നത്. അതേസമയം തന്നെയാണ് ഈ വിവാദത്തിൽ DGP-ക്ക് ഇ.പി. ജയരാജൻ പരാതി നൽകിയിട്ടുള്ളത്. ഇപ്പോഴത്തെ സംഭവങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് ഇ.പി. ജയരാജൻ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. വിനോദ് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനോദ്, ഈ ആത്മകഥയുടെ ഭാഗങ്ങൾ പുറത്തു വരുമ്പോൾ അത് തൻ്റേതല്ല, താൻ രചന പൂർത്തിയാക്കിയിട്ടില്ല എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ നേരത്തെ അദ്ദേഹം തന്നെ നടത്തിയിരുന്നു. നിയമപരമായ നടപടിയിലേക്ക് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. തന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. DC ബുക്സും മാതൃഭൂമി ബുക്സും തന്നെ സമീപിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. ഈ പരാതിയിൽ DC ബുക്സിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ തന്റെ അനുവാദമില്ലാതെ തന്റെ പേരിൽ ഇത്തരത്തിലൊരു വ്യാജമായ ആത്മകഥ പുറത്തിറക്കിയെന്ന് പരാതിയിൽ പറയുന്നുണ്ടോ? എന്താണ് പരാതിയുടെ ഉള്ളടക്കം വിനോദ്? അഭിലാഷ്, രാവിലെ മുതൽ ഇ.പി. ആവർത്തിക്കുന്നത് താൻ എഴുതിയ രചന നൽകിയിട്ടില്ല, അതിൻ്റെ എഴുത്ത് പണികൾ നടക്കുന്നേ ഉള്ളൂ, അച്ചടിയിലേക്ക് പോയിട്ടില്ല, തൻ്റെ പുസ്തകം എങ്ങനെയാണ് താൻ അറിയാതെ പ്രകാശനം ചെയ്യുന്നത്, അങ്ങനെ പ്രകാശനം നടക്കുന്നു എന്ന തരത്തിൽ എങ്ങനെയാണ് അതിനൊരു പ്രചാരം കിട്ടുന്നതെന്ന ചോദ്യമാണ് ഇ.പി. ജയരാജൻ ചോദിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം പറയുന്നത് മാതൃഭൂമി ബുക്സിനും DC ബുക്സുമായി ഈ രണ്ട് പ്രസിദ്ധീകരണ കേന്ദ്രങ്ങളുമായി പ്രസാധകരുമായി ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ആർക്ക് കൊടുക്കണം എന്ന കാര്യത്തിൽ തീരുമാനമായിരുന്നില്ല. പി. ജയരാജൻ്റെ പുസ്തകം നേരത്തെ മാതൃഭൂമി പുറത്തിറക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ തന്നെ സമീപിച്ചിരുന്നു, നോക്കാമെന്ന കാര്യം അവരോട് പറഞ്ഞിരുന്നതാണ്. മാതൃഭൂമിയോട് പ്രത്യേക ഒരു താല്പര്യം കാണിച്ചുവെന്നാണ് രാവിലെ പ്രതികരണത്തിൽ ഇ.പി. പറയുന്നത്. എന്നാൽ അല്പം മുൻപ് അദ്ദേഹം നടത്തിയ പരാമർശത്തിൽ അദ്ദേഹം പറയുന്നത് ഈ ടൈപ്പിങ്ങുമായി ബന്ധപ്പെട്ട് ചില പേപ്പറുകൾ പുറത്തു പോയിട്ടുണ്ടോ എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇ.പി. തന്നെ എഴുതിയ വരികളാണോ പുറത്തെത്തിയത് എന്ന ചോദ്യം ഉയരുന്നു. പക്ഷേ DC-യുമായി ഒരു കരാറിലേക്ക് പോയിട്ടില്ല. അങ്ങനെ കരാറിലേക്ക് പോകാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ അച്ചടി നടന്നതും അല്ലെങ്കിൽ ഈ പേജുകൾ പുറത്തു വന്നതും എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. DGP-ക്ക് പരാതി നൽകിയിട്ടുണ്ട്, ഓൺലൈനായാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. ഇതിൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ് പ്രധാനമായും ഇതിൽ പറയുന്നത്. കാരണം താൻ ഇതുവരെ എഴുതി നൽകാത്ത ഒരു കാര്യം അത് പ്രസിദ്ധീകരിച്ച് വരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ഗൂഢാലോചനയുണ്ട്, രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. അതേക്കുറിച്ച് കൃത്യമായി പരിശോധിക്കണമെന്ന കാര്യമാണ് ഇതിൽ പറയുന്നത്. DC ബുക്സിൻ്റെ പേരിൽ ഇത് വന്നതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് കൂടി ഈ പരാതിയുടെ ഭാഗമായി പറയുന്നുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസിദ്ധീകരണശാല എന്ന നിലയ്ക്ക് DC ബുക്സിലേക്ക് ഇതെങ്ങനെ എത്തി? ഇ.പി. പറയുന്നത് നമ്മൾ മുഖവിലിക്കെടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് എത്തിയത്? അല്ലെങ്കിൽ നേരത്തെ ഉള്ള ആരോപണങ്ങൾ പോലെ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ആരോപിക്കുന്നു, നേരത്തെയുള്ള കാര്യങ്ങളിൽ ഇ.പി. മലക്കം പറയുകയും പിന്നീട് അദ്ദേഹം ആ സ്ഥാനത്തേക്കൊക്കെ വരികയും ചെയ്യുന്നു, അല്ലെങ്കിൽ ആരോപണ വിധേയനാകുകയും ചെയ്ത സാഹചര്യങ്ങൾ ഈ തരത്തിൽ വളരെ കുഴഞ്ഞു മറിഞ്ഞ ഒരു സാഹചര്യത്തിലാണ്. ഇതിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. തിരഞ്ഞെടുപ്പ് ദിവസത്തിലാണ്, ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിർണായക ദിവസത്തിലാണ് ഇത്തരത്തിലൊരു കാര്യം പുറത്തു വരുന്നത്. ഇത് ആദ്യമായല്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇ.പി. ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കണ്ടു എന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. അതുണ്ടാക്കിയ പുകിൽ ചെറുതല്ല, CPM-നുണ്ടാക്കിയ ഇടതുമുന്നണിക്ക് ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല. അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ മറ്റൊരു തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇ.പി. അതിലേക്ക് വന്നു നിൽക്കുന്നത്. ബന്ധു നിയമനത്തിന്റെ പേരിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് പുറത്തേക്ക് പോകേണ്ടി വന്ന ഇ.പി. പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ പേരിൽ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്തു പോകേണ്ടി വന്ന ഇ.പി. മറ്റൊരു വിവാദത്തിൽ കൂടി വന്നു പെട്ടിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ കൈമലർത്തുന്നുണ്ട്, തനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. DGP-ക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇത് പോലീസ് അന്വേഷണത്തിലേക്ക് പോകേണ്ട കാര്യമാണ്. അപ്പോഴും പ്രധാനപ്പെട്ടൊരു കാര്യം, ഉപതെരഞ്ഞെടുപ്പ് എല്ലാ സ്ഥലത്തും അവസാനിച്ചിട്ടില്ല. പാലക്കാട് ഇനി അവശേഷിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് ഇ.പി.യുടെ പുസ്തകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരിക്കും. അതിലെ പോലീസ് അന്വേഷണവും മറ്റ് രാഷ്ട്രീയ വാദപ്രതിവാദങ്ങളും എല്ലാം തന്നെ ഇനി വരും ദിവസങ്ങളിൽ ചൂടുപിടിച്ച് ചർച്ചയാകും എന്നത് ഉറപ്പാണ്. അഭിലാഷ്, തീർച്ചയായും വിനോദ്, അദ്ദേഹത്തിന്റെ പരാതിയുടെ പകർപ്പ് ലഭിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ, ഇലക്ട്രോണിക് മീഡിയകൾ വളരെ വിവാദത്തോടു കൂടിയാണ് ഈ വാർത്ത നൽകിയത്. താൻ എഴുതി പൂർത്തീകരിക്കാത്ത ഒരു
ആത്മകഥയുടെ ഭാഗങ്ങൾ എന്ന നിലയിൽ പ്രസിദ്ധീകരിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഈ പരാതിയിൽ എവിടെയെങ്കിലും ഒരു പ്രസാധകൻ തൻ്റെ അനുമതി ഇല്ലാതെയാണ് ഇത്തരത്തിൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ DC ബുക്സ് കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഈ ഒരു ആത്മകഥ പുറത്തിറങ്ങാൻ പോകുന്നു എന്ന സൂചന നൽകിയിരുന്നു. ഒരു പക്ഷേ അതൊക്കെ അവരുടെ മാർക്കറ്റിംഗിന്റെ ഭാഗമാകാം. അങ്ങനെയാണല്ലോ ഒരു പുസ്തകം വിറ്റഴിക്കപ്പെടുന്നത്. പക്ഷേ അനുമതിയില്ലാതെ എഴുതി തയ്യാറാക്കിയ ഒന്ന് അങ്ങനെ മാർക്കറ്റ് ചെയ്യപ്പെടുകയുമില്ല. അപ്പോഴൊന്നും ഇത് വിവാദമാവുകയും ചെയ്തില്ല. ഇത് മാധ്യമങ്ങളിൽ വാർത്തയായി വരികയും ഒപ്പം സർക്കാരിനെതിരായ രണ്ടാം പിണറായി വിജയൻ സർക്കാർ ദുർബലമാണ് എന്ന ആക്ഷേപം ആ ആത്മകഥ പരാമർശത്തിൽ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ പി സരിനുമായി ബന്ധപ്പെട്ട ചില നിരീക്ഷണങ്ങൾ, പി സരിനെ പോലെയുള്ളവർ അവസരവാദികളാണ് എന്ന് ആത്മകഥയുടെ ഭാഗമായി വരുന്നു. ഇതെല്ലാം മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വന്നപ്പോഴാണ് ജയരാജൻ പ്രതികരണവുമായി എത്തിയത്. അപ്പോൾ ഈ പരാതിയിൽ പോലും കൃത്യതയുണ്ടോ? അതായത് പ്രസാധകർ അനുമതിയില്ലാതെയാണ് ഇത്തരത്തിൽ പുസ്തകം തയ്യാറാക്കിയത്, അങ്ങനെ ഒരു ഡീഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണയില്ല, ഇത് തെറ്റാണ്, ഈ പ്രസാധകരുടെ ഭാഗത്ത് അല്ലെങ്കിൽ പ്രസാധകർക്കെതിരെ നടപടിയെടുക്കണം, അത്തരം കാര്യങ്ങൾ ഉണ്ടോ ഈ പരാതിയുടെ ഉള്ളടക്കത്തിൽ, വിനോദ്? തീർച്ചയായും മാധ്യമങ്ങളെയും നവമാധ്യമങ്ങളെയും കുറ്റപ്പെടുത്തുമ്പോഴും ഇതിൻ്റെ പ്രതിസ്ഥാനത്തേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നത് DC ബുക്സ് ആണ്. നമുക്ക് പോലീസ് ആസ്ഥാനത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പരാതി ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വളരെ വേഗത്തിൽ ഇതിൽ FIR രജിസ്റ്റർ ചെയ്യുന്ന നടപടി ഉണ്ടാകുമോ എന്നതാണ് പ്രധാനമായും. അതിൽ രാഷ്ട്രീയ ആരോപണം, ഇത്രയും കത്തിക്കയറുന്ന രാഷ്ട്രീയ ആരോപണമായി ഈ വിഷയം മാറുമ്പോൾ അതിൽ ഒരു വെച്ച് താമസിപ്പിക്കൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. വളരെ പെട്ടെന്ന് FIR രജിസ്റ്റർ ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും. EP ആരോപിക്കുന്ന പ്രകാരം അദ്ദേഹം അറിയാതെയാണ് ഇത് അച്ചടിച്ച് വന്നിട്ടുള്ളതെങ്കിൽ ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രസാധകരിൽ ഒരാളായ DC ബുക്സ് അവരെന്തിനിങ്ങനെ ചെയ്തു എന്ന ചോദ്യമാണ്. EP-യുമായി അങ്ങനെയുള്ള സംഭാഷണം നടന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അങ്ങനെ ഒരു നീക്കുപോക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ DC-യുടെ സൈറ്റിൽ ഇത് വന്നു? കഴിഞ്ഞ ദിവസം തന്നെ ഇതിൻ്റെ കവർ പേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണ് EP ജയരാജൻ ഇന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ DC ബുക്സിൻ്റെ താല്പര്യം എന്ത് എന്നത് കാര്യം അത് പ്രത്യേകമായി പരിശോധിക്കേണ്ടി വരും. അക്കാര്യത്തിൽ പോലീസ് DC ബുക്സിൻ്റെ പ്രധാനപ്പെട്ട ആളുകളിൽ നിന്നടക്കം മൊഴി രേഖപ്പെടുത്തേണ്ടി വരും. ഒരു ഘട്ടം കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യലിലേക്ക് മാറാനുള്ള സാധ്യത ഉണ്ട്. EP ആരോപിക്കുന്ന പ്രകാരമാണെങ്കിൽ അത് ചോദ്യം ചെയ്യലിലേക്ക് പോകും. ആ നിലയ്ക്കുള്ള നടപടികൾ പോലീസ് ആസ്ഥാനത്തിൻ്റെ നിർദ്ദേശപ്രകാരം വളരെ വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. കാരണം EP-ക്ക് പാർട്ടിയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്, മുന്നണിയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. വെറുമൊരു സമയമല്ല, തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. ഏറ്റവും നിർണായകമായ, ഏറ്റവും വാശിയേറിയ ഒരു പോരാട്ടം നടക്കുന്ന ഒരു സമയമാണ്. അവിടെയാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനം മോശമെന്ന EP-യുടെ പരാമർശം എന്ന തരത്തിൽ ഇപ്പോൾ ഈ ഒരു വിവരം പുറത്തു വരുന്നത്, EP-യുടെ പുസ്തകം എന്ന നിലയ്ക്കുള്ള വിവരം പുറത്തു വരുന്നത്. പരിപ്പുവടയും കട്ടൻ ചായയും എന്ന പേരിൽ അദ്ദേഹം ചോദിക്കുന്നത് താൻ അങ്ങനെ തൻ്റെ പുസ്തകത്തിന് പേരിടുമോ എന്ന ഒരു ചോദ്യമാണ് EP ചോദിക്കുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ തെളിയണമെങ്കിൽ, പാർട്ടിക്ക് ബോധ്യപ്പെടണമെങ്കിൽ, പാർട്ടി അണികൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ, പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ നിജസ്ഥിതി, ഇതിൻ്റെ യഥാർത്ഥ വസ്തുത പുറത്തു കൈവരേണ്ടതുണ്ടല്ലോ വിനോദ്. ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷമുള്ള EP ജയരാജന്റെ പ്രതികരണം, ആ പ്രതികരണത്തിൽ ഉൾപ്പെടെ വ്യക്തതയുണ്ടോ എന്ന് പലരും സംശയിക്കുന്നുണ്ട്. ഒരു സാധാരണക്കാരനായ പ്രേക്ഷകന് അല്ലെങ്കിൽ പാർട്ടി അനുഭാവികൾക്കൊക്കെ ഇപ്പോഴും ആ സംശയം മാറിയിട്ടില്ല. ആ സംശയങ്ങൾക്ക് പലതാണ് കാരണങ്ങൾ. അതിലൊന്ന്, ഈ ആത്മകഥാംശം എന്ന് പറയുന്ന പുസ്തകത്തിൽ തന്നെ പരാമർശിക്കപ്പെടുന്ന പലതും EP ജയരാജനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവയാണ്. EP ജയരാജൻ നേരത്തെ പ്രത്യക്ഷമായോ പരോക്ഷമായോ നടത്തിയിട്ടുള്ള പരാമർശങ്ങളാണ്. EP ജയരാജൻ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ നേരിട്ടിട്ടുള്ള വലിയ പ്രതിസന്ധികൾ ആണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെതായ ചില നിരീക്ഷണങ്ങളും പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് താൻ ഇങ്ങനെയൊരു ആത്മകഥയുടെ രചനയിലാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് പൂർത്തീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആ രചന എവിടെ വരെ എത്തി നിൽക്കുന്നു, അല്ലെങ്കിൽ അത് ആരെയെങ്കിലും ഔദ്യോഗികമായി ഏൽപ്പിച്ചിരുന്നോ? അദ്ദേഹം പറയുന്നത് DC ബുക്സും മാതൃഭൂമി ബുക്സും ബന്ധപ്പെട്ടിരുന്നു എന്ന് മാത്രമാണ്. അവരുമായി കൃത്യമായ ഒരു കരാർ ഉണ്ടായിരുന്നു. കരാർ ഇല്ലാതെ ഇത്തരം ഡോക്യുമെന്റുകൾ അവർക്ക് ലഭിക്കുമോ എന്നതുൾപ്പെടെയുള്ള നിരവധിയായ സംശയങ്ങൾ ഉണ്ട്. അല്ലായെങ്കിൽ ഒരു ഡ്രാഫ്റ്റ് അവർക്ക് പ്രാഥമികമായി നൽകിയതാണ് എങ്കിൽ അത് കൃത്യമായി പറയാൻ EP ജയരാജൻ തയ്യാറാകേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ 178 പേജുള്ള ഒരു പുസ്തകത്തിന്റെ രൂപം പുറത്തേക്ക് വരുന്നത്, അതും കൃത്യമായ തലക്കെട്ടോടുകൂടി പുസ്തകത്തിന് പേരിട്ടുകൊണ്ട്? അപ്പോൾ
ഈ ഗൂഢാലോചന അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ ഇത് വാർത്ത വന്നു എന്നതിനപ്പുറത്ത് ഗൗരവമുള്ള കുറേയേറെ വിഷയങ്ങൾ ഉണ്ടായല്ലോ. ഇത് ഗൂഢാലോചന എന്ന നിലയിൽ മാത്രം കണ്ടാൽ പോരാ, തെറ്റായ വിവരങ്ങൾ തന്റെ പേരിൽ സൃഷ്ടിക്കപ്പെട്ടു. ഇതാരാണ് സൃഷ്ടിച്ചത് എന്ന് കണ്ടെത്തണം. ഇതാരാണ് ഇത്തരത്തിലൊരു ഫേക്ക് ബുക്ക് ഉണ്ടാക്കിയത് എന്ന് കണ്ടെത്തണം. എങ്ങനെയാണ് ഇത് DC ബുക്സിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു പരസ്യം വന്നത് എന്നത് കണ്ടെത്തണം. അത്തരം കാര്യങ്ങൾ കൂടിയാണല്ലോ അന്വേഷണ പരിധിയിലേക്ക് വരേണ്ടത്. അങ്ങനെ വരുമെന്ന് വേണമോ പ്രതീക്ഷിക്കാൻ വിനോദ്? അഭിലാഷ്, മണിക്കൂർ ഇത്ര കഴിഞ്ഞിട്ടും DC ബുക്സിന്റെ ഭാഗത്ത് നിന്നൊരു നിഷേധക്കുറിപ്പോ അല്ലെങ്കിൽ തങ്ങളല്ല ഇത് ചെയ്തത് എന്നൊരു വിശദീകരണമോ ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ഒരു വിശദീകരണം വന്നാൽ ഈ വിവാദങ്ങൾ അവസാനിക്കും. എങ്കിലും പോലീസ് അന്വേഷണം ഉണ്ടാകും. ആരാണിത് അപ്ലോഡ് ചെയ്തത്, ഇതെവിടെ പ്രിന്റ് ചെയ്തു, എങ്ങനെ പ്രചരിച്ചു തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്വേഷണത്തിലൂടെ തെളിയേണ്ട കാര്യമാണ്. പക്ഷേ DC ബുക്സ് ഇതുവരെ അങ്ങനെ ഒരു നിഷേധക്കുറിപ്പോ അല്ലെങ്കിൽ EPയുടെ വാദത്തെ ശരിവെക്കുന്ന തരത്തിലോ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. DC ബുക്സിനെ പോലൊരു സ്ഥാപനം അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. അവിടെയാണ് EPയുടെ നടപടികളും എന്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു സംശയത്തിന്റെ നിഴലിലേക്ക് വരുന്നത്. EP ജയരാജൻ പറയുന്നത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ കഴിയാതെ പോകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് മറ്റുള്ളവർ പറയുന്നതും അതുകൊണ്ടാണ്. DC ബുക്സിന്റെ നിഷേധം വരുന്നില്ല. EP ജയരാജനാകട്ടെ താൻ ആർക്കും നൽകിയിട്ടില്ല എന്ന് പറയുന്നു. പിന്നെ എവിടെ നിന്ന് ഇത്തരം കാര്യങ്ങൾ ഉത്ഭവിച്ചു എന്നതാണ്. കഴിഞ്ഞ ദിവസം DC ബുക്സിന്റെ തന്നെ സൈറ്റിൽ ഇതിന്റെ കവർ പേജ് വരുന്ന നിലയുണ്ടായി. നമ്മൾ ഇന്ന് DC ബുക്സിലെ ഒരു ആളുമായി സംസാരിച്ചിരുന്നു. ഏറ്റവും മുകളിലുള്ള ആളല്ല, അവിടുത്തെ ഒരു ഈ DC ബുക്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇന്ന് അച്ചടിക്കും എന്ന നിലയ്ക്കാണ് ഒരു മറുപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഈ ഓൺലൈൻ രീതിയിലൊക്കെ വന്നു, പക്ഷേ പ്രിന്റിംഗ് തുടങ്ങുന്നത് ഇന്നായിരിക്കും എന്ന നിലയ്ക്കാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെയും വൈരുദ്ധ്യമുണ്ട്. കാരണം EP ജയരാജൻ ഇപ്പോഴും പറയുന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ എഴുത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതിൻ്റെ പണികൾ നടക്കുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെ അച്ചടിയിലേക്ക് പോകും? ഇത് DC-യുടെ ഒരു ഔദ്യോഗിക ഭാഷ്യമല്ല. നമ്മൾ അല്ലാതെ ബന്ധപ്പെട്ടപ്പോൾ അനൗദ്യോഗികമായി നമുക്ക് ലഭിച്ച ഒരു മറുപടിയാണ്. അത് ഒരുപക്ഷെ പൂർണ്ണമായി ശരിയായിക്കൊള്ളണമെന്നില്ല. എങ്കിൽ തന്നെയും ആ തരത്തിൽ ഈ EPയുടെ കൃതിയെ പൂർണ്ണമായും തള്ളിക്കളയും അല്ലെങ്കിൽ തങ്ങളല്ല ഇതിൻ്റെ ഭാഗത്ത് എന്ന് DC ഇതുവരെ പറഞ്ഞിട്ടില്ല. അഭിലാഷ്, ശരി.